വാട്ട് എ കംബാക്ക്, വാട്ട് എ കംബാക്ക്. അങ്ങനെയല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ 80ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷിച്ചു അല്ലേ? രാജ്യം ഒന്നടങ്കം ആഘോഷത്തിൻ്റെ വലിയ ഒരു പരിസമാപ്തിയിലാണുള്ളത്. അങ്ങനെ ആ ആഘോഷം നമ്മുടെ കേരളത്തിലും ഇങ്ങനെ കാണുമ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാർ ജില്ലാ തലങ്ങളിൽ നടത്തുന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയിൽ സല്യൂട്ട് സ്വീകരിക്കാനെത്തിയത് കേരളത്തിൻ്റെ തദ്ദേശ കാര്യ വകുപ്പ് മന്ത്രി കെ.എം. ഷാജിയാണ്. കെ.എം. ഷാജി തദ്ദേശ വകുപ്പ് മന്ത്രിയാകുന്നതും ഇന്ന് ഈ പറയുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്ന് പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നതും ഒരു വലിയ തിരിച്ചുവരവാണ്. അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ വേട്ടകളെയും മറികടന്നുകൊണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് അയാൾ തിരിച്ചു വന്നതാണ്, ഉയർത്തെഴുന്നേറ്റതാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു MLA ആയിട്ട് പോലും, ഇനി എന്തിന് ഒരു വാർഡ് മെമ്പർ ആയിട്ട് പോലും ഷാജി ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ സമ്മതിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്തവർ അല്ലേ? ആ പ്രതിജ്ഞയെടുത്തവരാണ് ഇന്ന് വീടുകളിൽ വിശ്രമിക്കുക. ആ പ്രതിജ്ഞയെടുത്തവർ ഷാജിയെ വീട്ടിലിരുത്തും. ഷാജി രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാവില്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഷാജി ഉണ്ടാവില്ല, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ആളുകൾ ഇന്ന് വീട്ടിലിരിക്കുകയാണ്. അവിടെയാണ് കെ.എം. ഷാജി കേരളത്തിൻ്റെ സർക്കാരിൻ്റെ സ്വാതന്ത്ര്യദിന പരിപാടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ പറയാനുണ്ടായ കാരണം, വാട്ട് എ കംബാക്ക് എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ആ മനുഷ്യനെ കഴിഞ്ഞ 10 വർഷക്കാലം വേട്ടയാടുകയായിരുന്നു. ഏതൊക്കെ രീതിയിൽ അയാളെ വേട്ടയാടി? അയാളിന്ന് തദ്ദേശ വകുപ്പിൻ്റെ മന്ത്രിയായിട്ട്, അതിനെ നിയന്ത്രിക്കുന്ന നാഥനായിട്ട് ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിക്കണം. ഇതേ തദ്ദേശ വകുപ്പ് തന്നെയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ, കേരളത്തിലെ നിയമസഭയിൽ അംഗമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയുടെ വീട്ടു നമ്പർ പോലും നൽകാതെ ആ വ്യക്തിയെ വേട്ടയാടിയത് എന്ന് പറഞ്ഞാൽ, ഈ ലോക്കൽ ബോഡി, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനൊക്കെ ഉൾപ്പെടുന്ന ലോക്കൽ ബോഡി, ആ ലോക്കൽ ബോഡിയിൽ നിന്ന് കിട്ടേണ്ടതാണ് ഈ പറയുന്ന വീട്ടു നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വീട്ടു നമ്പർ പോലും നൽകാതെ ആ മനുഷ്യനെ വർഷങ്ങളോളം വേട്ടയാടി. എന്താ ഈ കാരണം? ഒരു മനുഷ്യൻ കേരളത്തിലൊരു സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് വെച്ചാൽ ആ വീട്ടു നമ്പർ നൽകുന്നതിന് എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ടുകളുള്ളത്? ഇയാൾ ഏതോ അറിയാത്ത, ഊരും പേരും അറിയാത്ത, ഐഡന്റിറ്റി ഇല്ലാത്ത, ഇന്ത്യൻ പൗരനല്ലാത്ത വ്യക്തിയല്ല. ഇന്ത്യൻ പൗരനായിട്ടുള്ള, ഈ കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള, കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്കാണ് ഒരു വീട്ടു നമ്പർ പോലും നൽകാതെ വേട്ടയാടിയത്. പല രീതിയിൽ വേട്ടയാടി. തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ഈ പറയുന്ന തങ്ങളുടെ അന്വേഷണ പരിധിയിൽ, അല്ലെങ്കിൽ അധികാര പരിധിയിലുള്ള അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അവിടെ കൊണ്ട് ഷാജിയുടെ രോമത്തിൽ സ്പർശിക്കാൻ കഴിയില്ലെന്ന് കണ്ട് കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രപ്പോസൽ നൽകിയിട്ട് അങ്ങനെയും അന്വേഷിപ്പിച്ചു. അയാളുടെ ഭാര്യയെയും അയാളുടെ ഭാര്യ പിതാവിനെയും എന്ന് പറയേണ്ട കുടുംബത്തെ അടക്കം വേട്ടയാടി. അങ്ങനെ ഒരു വലിയ എന്തായിരുന്നു കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രതി എന്ന് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി, പിണറായി വിജയൻ 1ാം മന്ത്രിസഭാ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ അയാൾ സംസാരിച്ചതിൻ്റെ ഫലമായിരുന്നു ആ മനുഷ്യനെ വേട്ടയാടിയത്. എടോ പിണറായി വിജയ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. ഷാജിയെ പോലെ ശൗര്യമുള്ള മറ്റൊരു നേതാവ് കൂടിയുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്, അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഷാജിയെ വേട്ടയാടി, രാഷ്ട്രീയ വേട്ടയാടലുകൾ കഴിഞ്ഞ 10 വർഷക്കാലം. അവിടെ നിന്നാണ് ആ മനുഷ്യൻ തിരിച്ചെത്തുന്നത്.
തിരിച്ചെത്തുന്നത് ഈ പറയുന്ന തദ്ദേശ വകുപ്പിൻ്റെ മന്ത്രിയായിട്ട്. ആലോചിക്കണം, തൻ്റെ വീടിനൊരു നമ്പർ നൽകാത്ത വകുപ്പിൻ്റെ മന്ത്രിയായിട്ട്. കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെയുള്ള ഒരു കാവ്യനീതി അല്ലേ. തൻ്റെ വീടിന് പെർമിറ്റ് നൽകാതെ, നമ്പർ നൽകാതെ തന്നെ ദ്രോഹിച്ച സർക്കാർ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥരുടെ മന്ത്രിയായിട്ട് ഇതേ ഷാജി വീണ്ടും അവതരിക്കുകയാ. ആലോചിച്ചു നോക്കണം, നിങ്ങൾ ആലോചിച്ചു നോക്കണം. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ പറയുന്ന വാട്ട് എ കംബാക്ക് എന്ന് പറയുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ അയാൾ വിജയിച്ചു, MLA ആയി, അയാൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടായിരുന്നു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ അയാൾ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട 5 വർഷക്കാലം അയാളെ വേട്ടയാടുകയായിരുന്നു പിണറായി വിജയനും കൂട്ടരും. ഷാജിയെ ഇനി നിയമസഭ കാണിക്കില്ല എന്നായിരുന്നു ഇവരുടെ ശപഥം. ശപഥമൊക്കെ അങ്ങ് വീട്ടിലിരിക്കുന്ന മക്കളോട് മതി എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. ഷാജി നിയമസഭ കണ്ടു എന്ന് മാത്രമല്ല, ഷാജി ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിലെ ക്യാബിനറ്റിൻ്റെ അംഗമാണ് ഷാജി. അതും തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. മനസ്സിലായില്ലേ? അയാളുടെ നിലപാടുകൾ, അയാൾക്ക് പറയാനുള്ളത് അയാൾ വെട്ടിത്തുറന്ന് പറയുന്ന അയാളുടെ ഒരു സ്വഭാവം, അത് തന്നെയായിരുന്നു പിണറായി വിജയനെ വല്ലാതെ അസ്വസ്ഥനാക്കിയത്. വിജയനെ മാത്രമല്ല കേട്ടോ, വിജയനെ മാത്രമല്ല, ഈ പറയുന്ന കൃമികീടങ്ങളെയും അസ്വസ്ഥരാക്കിയത് അത് തന്നെയാണ്. അപ്പോൾ ആ അസ്വസ്ഥതയുടെ പുറത്താണ് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിയമസഭാ രേഖകളിൽ രേഖപ്പെടുത്തുന്ന ഷാജിയുടെ വാക്കുകൾ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഷാജി നിയമസഭയിൽ നടത്തിയ പ്രസംഗം എണ്ണി അടിവരയിട്ട് അവസാനം പറഞ്ഞു പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ഷാജി പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ആഫീസല്ല, അങ്ങനെ നിങ്ങൾ പറയരുത്, മുഖ്യമന്ത്രിയുടെ ആഫീസല്ല, മുഖ്യമന്ത്രിയാണ് പ്രതി. ഏത് മുഖ്യമന്ത്രി? VD സതീശനല്ല, പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഷാജി പറഞ്ഞ വാക്കുകളാ. ആ വാക്കുകൾ പിണറായി വിജയനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. കാരണം ശിവശങ്കരനും സ്വപ്ന സുരേഷും കൂടിച്ചേർന്ന് പിണറായി വിജയൻ്റെ ആഫീസിൽ നടത്തിക്കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾക്ക് ഷാജി കൊടുത്ത മറുപടിയായിരുന്നു അത്. അപ്പോൾ ആ അസ്വസ്ഥതയിൽ നിന്ന് സഖാക്കൾ ഒരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ തമ്പ്രാനെ വേദനിപ്പിച്ചവൻ അവനെ നീ കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഒരു ശപഥമെടുത്തതാ. ആ ശപഥമെടുത്തെടുത്തിരുന്നാണ് ഷാജി കേരളത്തിൻ്റെ നിയമസഭയിൽ മാത്രമല്ല, ഷാജി കേരളത്തിലെ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ട് ഇന്ന് സ്വാതന്ത്ര്യദിന പരേഡ്, UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷം ആദ്യമുള്ള സ്വാതന്ത്ര്യദിന പരേഡ്, ആ പരേഡിൽ KM ഷാജി കാസർഗോഡ് ജില്ലയിലെ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിലെ സല്യൂട്ട് സ്വീകരിക്കാനെത്തിയത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വാട്ട് എ കംബാക്ക് എന്ന്. ഒരു മനുഷ്യനെ ചവിട്ടിത്താഴ്ത്താൻ വേണ്ടി എല്ലാ പണികളും എടുത്തു, അയാളെ വേട്ടയാടാൻ. എവിടെയും ഒരു ന്യായം ഈ വേട്ടക്കാർക്കൊപ്പം ഉണ്ടായിരുന്നില്ല, അതുകൂടി ആലോചിക്കണം അല്ലേ. വിജിലൻസ് അന്വേഷിച്ചു, ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. എന്നിട്ട് പിന്നെ ഈ പറയുന്ന കള്ളപ്പണം ഇടപാട് എന്ന് പറഞ്ഞുകൊണ്ട് EDക്ക് കൈമാറി. ED വന്നു, ഷാജിയുടെ വീട്ടിൽ അയാൾ അധ്വാനിച്ചുണ്ടാക്കിയിരുന്ന പണമുണ്ടായിരുന്നു, അതൊക്കെ എടുത്തുകൊണ്ടുപോയി എന്നല്ലാതെ അയാളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാ കൊണ്ടുപോയത്, എന്നാൽ പിന്നെ അതങ്ങോട്ട് പോകട്ടെ എന്ന് ഷാജി കരുതിയില്ല. അയാൾ സുപ്രീം കോടതിയിൽ പോയി ED എടുത്തുകൊണ്ടുപോയ പണം ഒരണ കുറയാതെ, ഒരു നയാ പൈസ കുറവില്ലാതെ അയാൾ തിരിച്ചിങ്ങോട്ട് വാങ്ങി കൊണ്ടുപോയതൊക്കെ. മാത്രമല്ല, തനിക്കെതിരെയുള്ള എല്ലാ കേസുകളും കോടതിയിൽ അവസാനിപ്പിച്ച് ഒരു അന്തിമ തീർപ്പുണ്ടാക്കിയിട്ടാണ് ഷാജി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അപ്പോൾ ഷാജിയെ ഞാനിന്നിങ്ങനെ ഈ പരേഡിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുക, ഷാജിയെ വീട്ടിലിരുത്താൻ വേണ്ടി പണിയെടുത്ത ആളുകൾ ഇന്ന് വീട്ടിലിരിക്കുക. പരേഡും ഇല്ല, സ്വാതന്ത്ര്യദിന ആഘോഷവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല, വീട്ടിൽ ചൊറിയും കുത്തി ഇരിക്കുന്നുണ്ട്. ചില ആളുകൾ കേരളത്തിൻ്റെ തെരുവിലൂടെ പേപ്പട്ടി അലയും പോലെ ഇങ്ങനെ അലയുന്നുണ്ട്. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്?
ഈ അധികാരവും ഈ പദവിയും എന്നൊക്കെ പറയുന്നത് ഇതൊന്നും ഒരാളുടെ മാത്രം കുത്തകയല്ല. ഇത് ജനങ്ങൾ അനുവദിച്ച് നൽകുന്ന ഒരു കസേരയാണ്, അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ഒരു അംഗീകാരമാണ് എന്ന് മനസ്സിലാക്കാൻ പിണറായി വിജയനും കൂട്ടർക്കും കഴിഞ്ഞില്ല. പിണറായി വിജയനും കൂട്ടരും എന്താ വിചാരിച്ചേ? ഇല്ല, വിജയൻ തന്നെ തന്ത. ഞാൻ അന്നേ പറഞ്ഞു, AKG സെൻറ്ററിലുള്ള കൃമികീടങ്ങളുടെ തന്തയായ മതി. കേരളത്തിൻ്റെ മുഴുവൻ തന്തയാകാൻ പിണറായി വിജയൻ ശ്രമിക്കേണ്ട. അതിനുള്ള കപ്പാസിറ്റി പിണറായി വിജയനില്ല, അതിനുള്ള സ്റ്റാമിന പിണറായി വിജയൻ ഇല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അപ്പോൾ ആ ജനമങ്ങ് തീരുമാനിച്ചാൽ മാളിക മുകളേറിയ മന്നനെ തോളിൽ മറാപ്പ് കയറ്റുന്നതും ഭവൻ. കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ആ ഷാജി ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ക്യാബിനറ്റിലെ അംഗമായി, തദ്ദേശ വകുപ്പിൻ്റെ മന്ത്രിയായി, കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിലകൊള്ളുകയാണ്. ഏത് ഷാജി? ഒരു വാർഡ് മെമ്പർ പോലും ആക്കാൻ ഇനി അയാളെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് മുന്നിൽ അയാൾ കേരളത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുക. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വാട്ട് എ കംബാക്ക് എന്ന്.